ഹലോ എവ്രി വൺ. നമ്മളപ്പോൾ സൈക്കോളജിയുടെ സെക്കൻഡ് ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത് അല്ലേ. എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, ഒരു ചാർട്ട് ഡിസ്കസ് ചെയ്തു, ദെൻ 2 ഡെഫിനിഷൻസിനെ കുറിച്ച് സംസാരിച്ചു അല്ലേ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫങ്ഷൻസ് ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ ഫസ്റ്റ് 2 പോയിൻ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. എന്തൊക്കെയാണ് ഫങ്ഷൻസ് ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് 2 ഫങ്ഷൻസിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ദെൻ മൂന്നാമത്തെ ഫങ്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അസസിങ് സ്റ്റുഡൻറ്റ് പെർഫോമൻസ്. സ്റ്റുഡൻസിൻ്റെ പെർഫോമൻസ് അസസ്മെൻറ്റിലൂടെ മനസ്സിലാക്കുക എന്നുള്ളതാണ് അടുത്തതായിട്ട് എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ ഒരു ഫങ്ഷൻ, ഒരു ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എങ്ങനെയാണ് അത് മനസ്സിലാക്കുന്നത്? എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റ് ഡിസൈൻ ആൻഡ് ഇംപ്ലിമെൻറ്റ് അസസ്മെൻറ്റ്സ് ടു. എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റ് എന്തും കൂടെ ചെയ്യണം? ഒരു അസസ്മെൻറ്റ് പ്ലാനിങ്ങും കൂടെ അവർ ഡിസൈൻ ചെയ്യണം അല്ലേ. അവർ കൊടുക്കുന്ന ഡാറ്റാസ് അല്ലെങ്കിൽ മെത്തഡോളജി കുട്ടികളിലേക്ക് അവരുദ്ദേശിക്കുന്ന രീതിയിൽ എത്തുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളും കൂടെ ആരുടെ ഡ്യൂട്ടിയാണ് അതറിയൽ? എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ ഒരു ഡ്യൂട്ടിയാണ്. സോ എന്ത് ചെയ്യണം? അവർ അസസ്മെൻറ്റ്സ് ഇങ്ങനെ നടത്തിക്കൊണ്ടേ ഇരിക്കണം അല്ലേ. അതിന് അവർ കൊടുക്കുന്ന അതല്ലെങ്കിൽ അവർ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ള ആ ഒരു മെത്തഡോളജി ടീച്ചേഴ്സിലേക്ക് കറക്റ്റായിട്ട് എത്തുന്നുണ്ടോ, അവരിലൂടെ അത് കുട്ടികളിലേക്ക് കറക്റ്റായിട്ട് എത്തുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ അസസ്മെൻറ്റ്സിലൂടെ മനസ്സിലാക്കേണ്ടതാണ്. ഓക്കെ, ദെൻ മെഷർ സ്റ്റുഡൻസ് ലേണിംഗ് അല്ലേ. കുട്ടികൾ കറക്റ്റായിട്ട് അവർക്ക് ആ ലേണിംഗ് പ്രോസസ്സ് നടക്കുന്നുണ്ടോയെന്ന് എന്ത് ചെയ്യണം? എഡ്യൂക്കേഷണൽ സൈക്കോളജി അസസ് ചെയ്യണം. ദെൻ ഡയഗ്നോസ് ലേണിംഗ് ഡിഫിക്കൽട്ടീസ്. ലേണിങ്ങിന് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിൽ അല്ലേ, കുട്ടികൾക്ക് അവർ കൊടുക്കുന്നത് പഠിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം? അവരിടയ്ക്കിടയ്ക്ക് അസസ് ചെയ്തുകൊണ്ടേയിരിക്കണം. ദെൻ ഇവാലുവേറ്റ് ദ ഇഫക്റ്റീവ്നെസ് ഓഫ് ഇൻസ്ട്രക്ഷണൽ പ്രോഗ്രാംസ്. എന്ത് ചെയ്യുന്നുണ്ട് ഇവർ? എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റുമാരാണ് എന്ത് ചെയ്യുന്നത്? ഇത് കൊടുക്കുന്നത് അല്ലേ, ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത് ആർക്ക്? ടീച്ചേഴ്സിന്. അപ്പോൾ ഇവരുടെ ടീച്ചിങ് മെത്തഡോളജി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യണം? അത് എങ്ങനെയാണ് അത് പ്രസൻറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ ടീച്ചേഴ്സിലേക്ക് എത്തിക്കണം ഇൻസ്ട്രക്ഷണൽ പ്ലാനിങ്ങിലൂടെ അല്ലേ. അപ്പോൾ ആ പ്ലാനിങ് ഒക്കെ കറക്റ്റായിട്ട് വർക്കൗട്ട് ആവുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആരുടെ ചുമതലയാണ്? അന്വേഷിക്കൽ അല്ലെങ്കിൽ അസസ് ചെയ്യൽ ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ അല്ലേ. എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റിൻ്റെ അവരുടെ ഈ മെത്തഡോളജീസ് ടീച്ചേഴ്സിലേക്ക് കറക്റ്റായിട്ട് എത്തുന്നുണ്ടോ, അതുപോലെ തന്നെ അവരിലൂടെ അത് കുട്ടികളിലേക്ക് കറക്റ്റായിട്ട് എത്തുന്നുണ്ടോ എന്ന് അവർ അസസ് ചെയ്യുക. ഓക്കെ, അടുത്തതായിട്ട് അവരുടെ ഒരു ഫങ്ഷനാണ് എൻഹാൻസിങ് മോട്ടിവേഷൻ. മോട്ടിവേഷൻ കൊടുക്കുന്ന രീതിയിലുള്ള മെത്തഡോളജീസിൽ എത്തിച്ചേരുക എന്നുള്ളത്. ഓക്കെ, മോട്ടിവേഷനിലൂടെയാണ്. മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കൊരു സിസ്റ്റം സക്സസ് ആയി എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ അല്ലേ. നമ്മൾ കൊടുക്കുന്ന കണ്ടൻറ്റിൽ ഒന്നല്ലെങ്കിൽ ടീച്ചേഴ്സിനാണ് ആദ്യം നമ്മൾ കൊടുക്കുക. അപ്പോൾ ടീച്ചേഴ്സ് തൃപ്തികരമാണെങ്കിൽ മാത്രമേ അവർക്ക് അതിൻ്റെ ആ ഒരു ഉള്ളടക്കം മുഴുവനായിട്ടും കുട്ടികളിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ മോട്ടിവേഷൻസിലൂടെ അവർ മോട്ടിവേറ്റഡ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ എന്തുള്ളൂ, ഈ ഒരു സിസ്റ്റത്തിന് സക്സസ് ഉണ്ടാവുള്ളൂ. സോ ആ മോട്ടിവേഷനിൽ എത്തിക്കുക എന്നുള്ളത് ഇവരുടെ ഒരു ഡ്യൂട്ടിയാണ്. എങ്ങനെയാണ്? അണ്ടർസ്റ്റാൻഡിങ് വാട്ട് മോട്ടിവേറ്റ്സ് സ്റ്റുഡൻസ് ടു ലേൺ ആൻഡ് ഹൗ ടു കീപ് ദം എൻഗേജ്ഡ് ഈസ് എ കീ റോൾ ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജി. എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ കീ റോളാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോളാണ്. എന്താണ്? ഒരു ഡ്യൂട്ടിയാണ് അവരെ മോട്ടിവേഷൻ എൻഹാൻസ് ചെയ്യുക എന്നുള്ളത്. എങ്ങനെയാണ്? അവരെ മനസ്സിലാക്കിക്കൊണ്ട് അല്ലേ. അണ്ടർസ്റ്റാൻഡിങ് വാട്ട് മോട്ടിവേറ്റ്സ് സ്റ്റുഡൻസ്. കുട്ടികളെ എന്താണ് മോട്ടിവേറ്റ് ചെയ്യുന്നത്, അവർ കൂടുതൽ മോട്ടിവേറ്റഡ് ആവുന്നത് അല്ലെങ്കിൽ അവർ കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിട്ട് പഠിക്കുന്നത് എന്താണ് അല്ലേ. അവർ കൂടുതൽ സമയം പിടിച്ചിരുത്താൻ പറ്റുന്ന ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു മെത്തഡോളജി എന്താണ്, അതിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത് അതാദ്യം നമ്മൾ എഡ്യൂക്കേഷണൽ സൈക്കോളജി മനസ്സിലാക്കണം അല്ലേ. സൈക്കോളജിസ്റ്റ് അതിനെക്കുറിച്ചൊരു ഐഡിയ വേണം. കുട്ടികൾക്ക് ഏത് രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിലൂടെയാണ് അവർ കൂടുതൽ മോട്ടിവേറ്റഡ് ആണ്, അവർക്ക് കൂടുതൽ താല്പര്യം തോന്നുന്നത്, എന്നാൽ മാത്രമേ അവരെ അവിടെ പിടിച്ചിരുത്താൻ സാധിക്കുകയുള്ളൂ അല്ലേ. അവർക്ക് അവരുടേതായ താല്പര്യങ്ങളിലൂടെ അല്ലേ, ആ ഒരു ലേണിംഗ് സ്റ്റൈലിൽ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അവരെ നമുക്ക് പിടിച്ചിരുത്താൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള ഒരു മെത്തഡോളജിയിലെത്തിക്കുക എന്നുള്ളത് ആരുടെ ഡ്യൂട്ടിയാണ്? എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ ഡ്യൂട്ടിയാണ് അല്ലേ. വൺ ഓഫ് ദ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡ്യൂട്ടിയാണ് അവരെ മോട്ടിവേറ്റ് ചെയ്യുക, അതുപോലെ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റം കൊണ്ടുവരിക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എൻഹാൻസിങ് മോട്ടിവേഷൻ എന്നുള്ളതുകൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ?
Then this includes exploring intrinsic motivation and extrinsic motivation. Okay, ആന്തരികമായിട്ടും ബാഹികമായിട്ടും അല്ലെ, ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ ആയിട്ടുള്ള മോട്ടിവേഷൻ കൂടി ഇതിൽ ഇൻക്ലൂഡഡ് ആണെന്നാണ് പറയുന്നത്. നമുക്ക് ഇൻറ്റേർണലായിട്ട് പല കാര്യങ്ങളുണ്ട് അല്ലേ, നമുക്ക് ഷെയറിങ്, കെയറിങ്, സിമ്പതി, എംപതി അങ്ങനെയുള്ള പല വാല്യൂസിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു മെത്തഡോളജി ആയിരിക്കണം. അത് മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള മെത്തഡോളജി ആയിരിക്കണം. അതുപോലെ തന്നെ എക്സ്റ്റേണലായിട്ടല്ലേ, നമുക്ക് സമൂഹത്തിൽ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള പല കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവുകളും എന്തിലൂടെ കിട്ടണം, എഡ്യൂക്കേഷനിലൂടെ കിട്ടണം. സോ സെൽഫ് ഡ്രിവൺ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള അല്ലേ, ഇൻറ്റേർണലായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും ചെയ്യാനുള്ള അറിവ് അവർക്ക് എഡ്യൂക്കേഷനിലൂടെ കിട്ടണം. അതുപോലെ തന്നെ എക്സ്റ്റേണൽ റിവാർഡ്സ് ആൻഡ് റെക്കഗ്നിഷൻ അല്ലേ, പുറമേയുള്ള കാര്യങ്ങൾ അറിയുകയും അവരുടെ റിവാർഡും അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള അംഗീകാരങ്ങളും എന്താണ് പുരസ്കാരങ്ങളൊക്കെ കിട്ടുന്ന രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് ആർക്ക് വേണ്ടത്, ആര് ക്രിയേറ്റ് ചെയ്യേണ്ടത്, എഡ്യൂക്കേഷണൽ സൈക്കോളജി ക്രിയേറ്റ് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ ആ ഒരു അവർ കൊടുക്കുന്ന എഡ്യൂക്കേഷൻ പ്രോസസ്സ് എന്തുണ്ടാവുള്ളൂ, സക്സസ് ആയിട്ട് മാറുള്ളൂ അല്ലേ. അങ്ങനെയാണ് നമ്മൾ എങ്ങനെ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അടുത്തതായിട്ട് ഫിഫ്ത്ത് പോയിൻ്റ് അല്ലേ, ഫിഫ്ത്ത് പോയിൻ്റ് എന്താണ്, പ്രൊമോട്ടിങ് ഡെവലപ്മെൻറ്റ്. കുട്ടികളുടെ ഡെവലപ്മെൻറ്റിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് ആരുടെ ഡ്യൂട്ടിയാണ്, എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ ഡ്യൂട്ടിയാണ് അല്ലേ. എഡ്യൂക്കേഷണൽ സൈക്കോളജി എക്സാമിൻസ് ദ ഡെവലപ്മെൻറ്റൽ സ്റ്റേജസ് ഓഫ് ലേണേഴ്സ് ടു ടൈലർ എഡ്യൂക്കേഷണൽ പ്രാക്ടീസസ് ദാറ്റ് അലൈൻ വിത്ത് സ്റ്റുഡൻസ് കോഗ്നിറ്റീവ് ആൻഡ് ഇമോഷണൽ ഗ്രോത്ത്. ഓക്കെ, അപ്പോൾ എന്താ പറയുന്നത്, എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ത് ചെയ്യണം, എക്സാമിൻ ചെയ്യണം അല്ലേ, മനസ്സിലാക്കണം അല്ലെങ്കിൽ കണ്ടെത്തണം. ദ ഡെവലപ്മെൻറ്റൽ സ്റ്റേജസ് ഓഫ് ലേണേഴ്സിൻ്റെ ഡിഫറെൻറ്റ് ഡെവലപ്മെൻറ്റൽ സ്റ്റേജസ്, വളർച്ചയുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റേജസ് അല്ലേ. അവർക്കിപ്പോൾ നമ്മൾ ഒരു ടോപ്പിക്ക് കൊടുക്കുകയാണെങ്കിൽ അതിലൂടെ അത് അവർക്ക് കിട്ടിക്കഴിഞ്ഞു എന്ന് മനസ്സിലാക്കണം. അവർക്ക് എന്തൊക്കെ ഡെവലപ്മെൻറ്റ്സ് അല്ലേ, ഓരോ ടോപ്പിക്സിലൂടെ അവർക്ക് ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ടോ, അടുത്ത സ്റ്റേജിലേക്ക് അവരെത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയാലേ അവർക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് അവരെ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അതിനാവശ്യമായ മെറ്റീരിയൽസ് അവർക്ക് കൊടുക്കാൻ അല്ലേ, ലേണിംഗ് മെറ്റീരിയൽസ് അവർക്ക് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്ത് വേണം എന്നാണ് പറയുന്നത്, എഡ്യൂക്കേഷണൽ സൈക്കോളജിക്ക് ഇവരുടെ ഡെവലപ്മെൻറ്റ് സ്റ്റേജസിനെ കുറിച്ച്, ലേണേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ് വേണം അല്ലേ. അതെന്തിനു വേണ്ടിയിട്ടാണ്, ടു ടൈലർ എഡ്യൂക്കേഷണൽ പ്രാക്ടീസസ് ദാറ്റ് അലൈൻ വിത്ത് സ്റ്റുഡൻസ്. കുട്ടികളിൽ നിന്ന് തന്നെ അത് അവർ മനസ്സിലാക്കണം അല്ലേ. കുട്ടികളെ എന്ത് ചെയ്യണം, കുട്ടികളെ നിന്ന് മനസ്സിലാക്കണം, അവരിൽ നിന്ന് എക്സാമിൻ ചെയ്തുകൊണ്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ അല്ലേ. അവർക്ക് കോഗ്നിറ്റീവ് ആൻഡ് ഇമോഷണൽ ഗ്രോത്ത് നടക്കുന്നുണ്ടോ, വൈജ്ഞാനികപരമായിട്ടും വൈകാരികപരമായിട്ടുള്ള വളർച്ചയിൽ അവരെത്തിയിട്ടുണ്ടോ എങ്കിൽ മാത്രമേ അവരെ അടുത്ത സ്റ്റേജിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. സോ അത് മനസ്സിലാക്കേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്, എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ ഡ്യൂട്ടിയാണ്. അതെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, അവരിൽ നിന്നും തന്നെ അല്ലേ, കുട്ടികളുമായി കണക്ട് ചെയ്തിട്ട് കുട്ടികൾക്ക് എന്തൊക്കെ കുട്ടികളുടെ ലേണിംഗ് പ്രോസസ്സിനെ മനസ്സിലാക്കിയിട്ട് അവർക്ക് വൈകാരികവും വൈജ്ഞാനികവുമായിട്ടുള്ള വിവരങ്ങൾ, അതല്ലെങ്കിൽ എഡ്യൂക്കേഷൻ അവർക്ക് കിട്ടിയിട്ടുണ്ടോ, വളർച്ച നടക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് അതിനനുസരിച്ചിട്ട് ആവശ്യത്തിനുള്ള ഒരു എഡ്യൂക്കേഷണൽ ഒരു സിസ്റ്റമാണ് ഇവർ ക്രിയേറ്റ് ചെയ്യേണ്ടത് അല്ലേ. അവർക്ക് അതിനാവശ്യമായിട്ടുള്ള മെത്തഡോളജിയാണ് ഇവർ കൊടുക്കേണ്ടത്. ഓക്കെ, അടുത്തത് ലാസ്റ്റ് സിക്സ്ത് പോയിൻ്റ് എന്താണ്, അഡ്രസ്സിങ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് അല്ലേ. ഇൻഡിവിജ്വൽ ഡിഫറൻസസ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓരോ കുട്ടിയും അല്ലെങ്കിൽ ഓരോ വ്യക്തിയും ഡിഫറെൻ്റ് ആണ് അല്ലേ. ഓരോരുത്തരും യുണീക്കാണ്, ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ബിഹേവിയേഴ്സാണ് ഉണ്ടാവുക. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ത് ചെയ്യാൻ, അവരുടെ ഡ്യൂട്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ കുട്ടികളിൽ നിന്ന് തന്നെ കുട്ടികളെ മനസ്സിലാക്കണം. ഓരോരുത്തരും ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ പറഞ്ഞു അല്ലേ. പല ആൾക്കാർക്കും പല തരത്തിലുള്ള കഴിവുകളായിരിക്കും. ചില ആൾക്കാർക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റും, ചില ആൾക്കാർക്ക് എന്ത് ചെയ്യാം, ഡ്രോയിങ് ആയിരിക്കാം, ചില ആൾക്കാർക്ക് സിംഗിങ്, ഡാൻസിങ്, അങ്ങനെ പല തരത്തിലുള്ള കഴിവുകളാണ് കുട്ടികളിൽ ഉണ്ടാവുക. സോ അതെല്ലാം മനസ്സിലാക്കുക എന്നുള്ളത് എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ വൺ ഓഫ് ദ
ഫങ്ഷനാണ്. ഓക്കെ, ദെൻ എഡ്യൂക്കേഷണൽ സൈക്കോളജി അക്നോളജസ് ആൻഡ് അഡ്രസ്സസ് ദ ഡിവേഴ്സ് ലേണിംഗ് സ്റ്റൈൽസ്, അല്ലേ, കുട്ടികളുടെ വ്യത്യസ്തമായിട്ടുള്ള ലേണിംഗ് സ്റ്റൈൽസ്, പഠനത്തിൻ്റെ ആ ഒരു വ്യത്യസ്തത എഡ്യൂക്കേഷണൽ സൈക്കോളജി മനസ്സിലാക്കേണ്ടതാണ്. ദെൻ എബിലിറ്റീസ്, അല്ലേ, അവരുടെ കഴിവുകൾ. പല കുട്ടികളും ഡിഫറെൻ്റ് ആയിട്ടുള്ള എബിലിറ്റീസ് ഉള്ള ആൾക്കാരായിരിക്കും, പല തരത്തിലുള്ള കഴിവുകൾ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, അല്ലേ. ആൻഡ് ബാക്ക്ഗ്രൗണ്ട്സ് ഓഫ് സ്റ്റുഡൻസ്, അല്ലേ, കുട്ടികൾ പല തരത്തിലുള്ള അന്തരീക്ഷങ്ങളിൽ നിന്ന് വരുന്നതായിരിക്കാം, അല്ലേ, പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും നല്ല സമാധാനപരമായ അന്തരീക്ഷത്തിൽ നിന്ന് പഠിക്കാൻ വരുന്ന കുട്ടികളുണ്ടാവും, അതല്ല ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള അന്തരീക്ഷങ്ങളിൽ നിന്ന്, അല്ലേ, ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ പലരുടെയും ലേണിംഗ് ആ ഒരു മെൻറ്റാലിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും. സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന കുട്ടിക്ക് എന്തായിരിക്കും, ചിലപ്പം വീട്ടിൽ നല്ല അന്തരീക്ഷമായിരിക്കും. ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഉള്ള കുട്ടികൾക്ക് ചിലപ്പം വീട്ടിൽ പല പ്രോബ്ലംസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർ വരുന്ന ചുറ്റുപാടുകളിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നല്ല രീതിയിൽ ക്യാച്ച് ചെയ്യാൻ കഴിയുന്ന ഒരു അവസ്ഥ ആയിരിക്കില്ല. സോ അതൊക്കെ മനസ്സിലാക്കുക. എന്നിട്ട് അതിനെല്ലാം ഉതകുന്ന രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷണൽ പ്രോഗ്രാമാണ് ഇവർ ഉണ്ടാക്കേണ്ടത്, അല്ലേ, അവർ കൊടുക്കേണ്ടത്. എന്താണ് സ്റ്റുഡൻസ് ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദി സ്റ്റുഡൻസ് പറഞ്ഞു, അല്ലേ, ടു ക്രിയേറ്റ് ഇൻക്ലൂസീവ് ആൻഡ് ഇക്വിറ്റബിൾ എഡ്യൂക്കേഷണൽ എൻവയോൺമെൻറ്റ്, അല്ലേ. ഇതെല്ലാം മനസ്സിലാക്കിയാലാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ടു ക്രിയേറ്റ്, അല്ലേ, ഇക്വിറ്റബിൾ ആൻഡ് ഇൻക്ലൂസീവ്, അല്ലേ, എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും തുല്യത കൊടുക്കുന്ന രീതിയിൽ, അല്ലേ, എല്ലാവരെയും പരിഗണിച്ചു കൊണ്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ എൻവയോൺമെൻറ്റ്സ് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്ത് വേണം, എല്ലാവർക്കും ഇക്വിറ്റബിളും ഇൻക്ലൂസീവും ആയിട്ടുള്ള, എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും തുല്യത നൽകുന്ന രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇവരെന്ത് മനസ്സിലാക്കണം, എഡ്യൂക്കേഷണൽ സൈക്കോളജി ഇൻഡിവിജ്വൽ ഡിഫറൻസസ് മനസ്സിലാക്കണം, അല്ലേ, കുട്ടികളുടെ പല രീതിയിലുള്ള ഡിവേഴ്സ് ആയിട്ടുള്ള ലേണിംഗ് സ്റ്റൈൽ, അല്ലേ, പല വ്യത്യസ്തമായ ലേണിംഗ് സ്റ്റൈല്, അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എബിലിറ്റീസ്, അല്ലേ, ഡിഫറെൻ്റ് ആയിട്ടുള്ള കഴിവുകൾ മനസ്സിലാക്കണം. ദെൻ അതുപോലെ തന്നെ അവർ വരുന്ന ബാക്ക്ഗ്രൗണ്ട്സ് മനസ്സിലാക്കണം, അല്ലേ, എല്ലാ കുട്ടികളും സെയിം കപ്പാസിറ്റീസ് ഉള്ള ആൾക്കാരെല്ലാമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരെയും ഉൾപ്പെടുത്തി എല്ലാവർക്കും പഠിക്കാൻ ഈസി ആയിട്ടുള്ള ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു മെത്തഡോളജിയാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി കൊണ്ടുവരേണ്ടത്, അല്ലേ. അത് അവരുടെ ഒരു മെയിനായിട്ടുള്ളൊരു ഫങ്ഷനായിട്ട് കണക്കാക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ 6th പോയിൻ്റ്. എന്താണ്, അഡ്രസ്സിങ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ്, അല്ലേ, ഇൻഡിവിജ്വൽ ഓരോ വ്യക്തിയുടെയും ഡിഫറൻസസ് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള മെത്തഡോളജി നിർമ്മിക്കുക. ദാറ്റ്സ് ഓൾ. അപ്പോൾ അത്രയേ ഉള്ളൂ ഫങ്ഷൻസ് ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജി. ഇനി നമുക്ക് മെത്തേഡ്സ് ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജിയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അടുത്തൊരു ക്ലാസ്സിൽ നമ്മൾ ആ ഒരു പോർഷനുമായിട്ട് വരുന്നതായിരിക്കും. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.